കേരളത്തിൽ ആദ്യമായിട്ടാണ് ട്വിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പുറത്തേക്ക് ഉള്ള യൂണിവേഴ്സിറ്റി, ഐ മീൻ ഗ്ലോബലായിട്ടുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ ഫാക്കൽറ്റീസൊക്കെ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്ന ഒരു ഹൈ എൻഡ് ക്യാമ്പസ് അല്ലെ പ്രീമിയം ക്യാമ്പസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഇതുവരെ കേരളത്തിലില്ല. ഫീസ് റിഡക്ഷൻ ഉണ്ടാകും. പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്യുന്നതിന് പകരം സ്പെസിഫിക്കലി അവർക്ക് ചൂസ് ചെയ്ത് അതെന്താണ് ആ കരിക്കുലവുമായി പരിചയപ്പെട്ടിട്ട് ഇവർക്ക് പുറത്തേക്ക് പോകാം. സാധാരണ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന +2 വരെ പഠിക്കുന്ന ഒരു കുട്ടി നാട്ടിൽ തന്നെ ചെയ്യണം. അതായത് എനിക്ക് പുറത്ത് പോകണ്ട, ബട്ട് സ്റ്റിൽ എനിക്ക് നാട്ടിലൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ വേണം, ഇൻ്റർനാഷണൽ കോഴ്സാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്കും നമ്മളുടെ കോളേജസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോട്ടയത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത് അറൌണ്ട് 10 to 11 ഏക്കേഴ്സിനകത്താണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പ്ലസ് ജിം ഫെസിലിറ്റി ഉണ്ട്, റിക്രിയേഷൻ റൂം ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂം ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പ്ലസ് ഫുട്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ക്രിക്കറ്റ് കോർട്ട്. ഈ എല്ലാ കോളേജിനും ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മളിവിടെ ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടേണിംഗ് പോയിന്റിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ അതിഥി യുറേഷ്യൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ വിഷ്ണു സജീവാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷ്ണു സാർ, ഇതിപ്പോൾ നമ്മൾ ടേണിംഗ് പോയിന്റിൽ സെക്കൻഡ് ടൈമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ ഒത്തിരി നമുക്ക് പറയാനുണ്ട് അല്ലേ? അപ്പോൾ യുറേഷ്യൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്? യുറേഷ്യൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വെച്ചാൽ ഏറ്റവും പുതിയ വിശേഷമാണ്. ഞങ്ങൾ യുറേഷ്യൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോളേജിൻ്റെ പ്രൊജക്റ്റാണ് ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരെണ്ണമല്ല, 2 എണ്ണം. ഒന്ന് കോട്ടയത്തും ഒന്ന് എറണാകുളത്തുമായിട്ട് ഇൻ്റർനാഷണൽ കോളേജ് ക്യാമ്പസോട് കൂടി എല്ലാ ഫെസിലിറ്റിയോടെയും പ്രീമിയം ഫെസിലിറ്റിയോടെയും കൂടിയാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോളേജ് വരുന്നത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ശരിക്കും ഈ ഇപ്പോൾ ഒരു കോളേജ് വരുമ്പോൾ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന പ്രത്യേകതകൾ, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ നോർമലി ഇതുവരെ ട്രഡീഷണലായിട്ട് കണ്ടുവന്ന ഒരു പാറ്റേണിലല്ല നമ്മളിത് ചെയ്യുന്നത്. ഗ്ലോബൽ വൈസ് ആയിട്ടുള്ള ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് നമ്മളിവിടെ ചെയ്യുന്ന കോഴ്സുകൾ UK, മാൾട്ട, പാരീസ്, പിന്നെ സിംഗപ്പൂർ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസാണ് ഡയറക്റ്റ് ഇവിടെ വരികയും ഇവരെ ഇതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് റീസെൻ്റ്ലി ഇപ്പോഴാണ് നമുക്ക് ഇവിടെ വിദേശ യൂണിവേഴ്സിറ്റീസ് വരാനും ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള അമെൻമെൻറ്റ് റീസെൻ്റ്ലിയാണ് വന്നിരുന്നത്. ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസ രംഗത്ത് എസ്പെഷ്യലി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഉപകാരപ്രദമാവുന്ന മേഖലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 30 വർഷം അല്ലെങ്കിൽ ഒരു 30-35 വർഷമായിട്ടുണ്ടാവാത്ത ഇമ്പാക്റ്റ് ഇനി വരുന്ന 8 വർഷത്തിലേക്ക് ഉണ്ടാവും. അതിൻ്റെ തുടക്കമായിട്ടാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതും കോളേജുകളെല്ലാം പുതിയ കോഴ്സുകളെക്കുറിച്ചും ആഡ് ഓൺ പ്രോഗ്രാംസ് എല്ലാം ആഡായി തുടങ്ങിയതും. അങ്ങനെ പല മാറ്റങ്ങൾ പ്രോഗ്രാംസിൻ്റെ സ്കില്ലിലേക്ക് കൂടുതൽ നമ്മളുടെ എല്ലാ കരിക്കുലവും ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പല യൂണിവേഴ്സിറ്റീസും ക്യാമ്പസുകൾ ഫോമിലേക്കും ഇപ്പോൾ ഉള്ള ഓട്ടോണമസ് ബോഡീസ് പലതും യൂണിവേഴ്സിറ്റീസ് ആവാനുള്ള സാധ്യതകളും ഉള്ള ഒരു കാലമാണ്. അപ്പോൾ പുതിയ കോഴ്സുകൾ ഇവിടെ വന്നേ പറ്റുള്ളൂ. പുതിയ കോഴ്സുകൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന ട്രഡീഷണൽ കോഴ്സസ് മാത്രമല്ലാതെ മാറുന്ന കാലത്തിന് പറ്റുന്നത് അതിന് യോജിച്ച കോഴ്സുകൾ ഇവിടെ ഉണ്ടാവണം. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം പുതിയ 2 കോളേജായിട്ട് ഇൻ്റർനാഷണൽ ക്യാമ്പസായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോളേജുകൾ കോട്ടയത്തും എറണാകുളത്തും വരികയാണല്ലോ. അപ്പോൾ ഈ കോളേജുകളിൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് പോവാതെ തന്നെ അവർക്ക് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നാണോ സർ പറയുന്നത്? ഈ കോഴ്സുകൾ ഇവിടെ ചെയ്യുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് പോകണ്ട എന്നുള്ളതല്ല, പോകേണ്ടവർക്ക് പോകാം. അവർക്ക് ഇവിടെ 1 or 2 years ഇവിടെ ചെയ്തിട്ട് ഫൈനൽ ഇയർ അവർക്ക് അവിടെ പോകാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ലെവൽ 4 ആൻഡ് ലെവൽ 5 ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ലെവൽ 6 വേണ്ടിയിട്ട് അവർക്ക് പുറത്ത് പോകാം, ലെവൽ 7 പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുറത്ത് പോകാം. അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ബേസിക്കലി ഒരു UG പ്രോഗ്രാമിന് പോകുന്നൊരു കുട്ടി
അവർ 3 വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ തന്നെ അറൗണ്ട് 10 to UK ആണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് വരും. പെർസെൻറ്റേജ് 10 to 15,000 pounds ഈ ട്യൂഷൻ ഫണ്ട് തന്നെ വരുന്നത്. അങ്ങനെ 3 വർഷത്തെ ലിവിങ് എക്സ്പെൻസ് പ്ലസ് ഇവരുടെ ടോട്ടൽ ഫീ വളരെ വലിയൊരു എമൗണ്ട് ആണ്. തീർച്ചയായിട്ടും ഇതവർക്ക് UK പോയി തന്നെ കംപ്ലീറ്റ് ചെയ്യാനും എല്ലാ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. 1/4 എമൗണ്ടിൽ ഇവർക്കിത് തീർക്കാനും പറ്റും നമ്മുടെ പാത്ത് വേയിലൂടെ അവർ പോയാൽ. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ചെയ്യണം. അതായത് എനിക്ക് പുറത്ത് പോകണ്ട, ബട്ട് സ്റ്റിൽ എനിക്ക് നാട്ടിലൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ വേണം, ഇൻ്റർനാഷണൽ കോഴ്സാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്കും നമ്മളുടെ കോളേജസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയൊരു ഫീസ് റിഡക്ഷൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് സർ പറയുന്നത്. ഫീസ് റിഡക്ഷൻ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന കോഴ്സുകൾക്ക് ഇവർക്ക് കൃത്യമായൊരു ധാരണയുണ്ടാവും. പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്യുന്നതിന് പകരം സ്പെസിഫിക്കലി അവർക്ക് ചൂസ് ചെയ്ത് അതെന്താണ് ആ കരിക്കുലവുമായി പരിചയപ്പെട്ടിട്ട് ഇവർക്ക് പുറത്തേക്ക് പോകാം. സാധാരണ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന +2 വരെ പഠിക്കുന്ന ഒരു കുട്ടി പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സിസ്റ്റവുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അസസ്മെൻറ്റുകളിൽ അവർ പിന്നോക്കം പോകുന്നൊരു സിറ്റുവേഷൻ കാണാറുണ്ട്. ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലവരും പോകുന്നത് വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ലാത്തൊരു കോഴ്സ് എടുത്തിട്ടാണ്. കാരണം എല്ലാവരും ആവശ്യം അവിടെ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരേ സമയം തന്നെ കോസ്റ്റ് കുറയും, അതോടൊപ്പം നാട്ടിൽ നിൽക്കുകയും ഇൻ്റർനാഷണൽ എക്സ്പോഷർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 100% ഈ പറഞ്ഞത് തന്നെയാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പുറത്തേക്ക് പോകേണ്ടവർക്ക് അവർക്ക് പോകാനുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അവർക്ക് ഫൈനൽ ഇയറോടെ പോയി കിട്ടും. പ്ലസ് അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ജോബ് വിസ തുടങ്ങിയിട്ടുള്ള വിസ എക്സ്റ്റൻഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും അവർക്ക് കിട്ടും. എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് ഉണ്ടാവും. ഇവിടെ പഠിക്കണം എന്നുള്ളവർക്ക് ഇൻ്റർനാഷണൽ കോളേജസിൻ്റെ തന്നെ ടൈപ്പ് ഉള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലെ കമ്പനീസ് ഉണ്ട്. അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും പ്ലസ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഈ കുട്ടികൾക്ക് ഇവിടെയും ഉണ്ടാവും. ഏത് തരത്തിലുള്ള കോഴ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ലെവൽ 4, ലെവൽ 5, ലെവൽ 6 പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നതിനകത്ത് ബിസിനസ് റിലേറ്റഡ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. BA ഓണേഴ്സ് ഇൻ ബിസിനസ്. പ്ലസ് സൈക്കോളജി കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ പാരീസിലെ ഡയറക്റ്റ് ഫാഷൻ ഡിസൈനിങ്, അതായത് പാരീസിലെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ തന്നെ ചെയ്യുന്നത്. യെസ്. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളുണ്ട്. ഓട്ടോമോട്ടീവ് കോഴ്സ് ഉണ്ട്. അത് സിംഗപ്പൂരിലും ചൈനയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നൊരു കോഴ്സാണ്. അവർക്ക് ചൈനയിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അറിയാമല്ലോ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചൈനയിൽ എത്രത്തോളം വലുതാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് അത്രയും ഹൈടെക് ആയിട്ടുള്ള ഈവൻ ഹൈബ്രിഡിലും ഇലക്ട്രിക്കലിലും ഉൾപ്പെടെയുള്ള സിലബസ് ചെയ്തുകൊണ്ട് അല്ലെ മൊഡ്യൂൾസ് അവർക്ക് പഠിച്ചുകൊണ്ട് അതിനകത്ത് ഡയറക്റ്റ് പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതിനോടൊപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്ലസ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ലക്ഷറി ബ്രാൻഡ് മാനേജ്മെൻറ്റ്. നമ്മുടെ നാട്ടിലത് ഇല്ല. +2 കഴിഞ്ഞ കുട്ടികൾ തന്നെ ചെയ്യണമെന്നില്ല. ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. ഈ കോഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലക്ഷറി മാനേജ്മെൻറ്റ് കോഴ്സ് ഇവിടെ ചെയ്യുന്നവർക്ക് ഫൈനൽ ഇയർ 1 ഇയർ കോഴ്സ് ആണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളൊക്കെ അവർക്ക് അവിടെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു ലെവൽ 3 പ്രോഗ്രാം മുതലുണ്ട്. ലെവൽ 3 മാത്രമാണെങ്കിൽ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലെവൽ 4 പ്രോഗ്രാം മാത്രമായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. അത് ഈ PG ഒക്കെ ഇവിടെ കഴിഞ്ഞവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലെവൽ 3, ലെവൽ 4 പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം ഈ ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് അവർക്ക് കിട്ടും. കേരളത്തിലെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോളേജാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് യുറേഷ്യൻ ഫസ്റ്റ് കോളേജായിട്ട് മാറുന്നത്? കേരളത്തിൽ ആദ്യമായിട്ടാണ് ട്വിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പുറത്തേക്ക് ഉള്ള യൂണിവേഴ്സിറ്റി ഗ്ലോബലായിട്ടുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ ഫാക്കൽറ്റീസ് ഒക്കെ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്ന ഒരു ഹൈ എൻഡ് ക്യാമ്പസ് അല്ലെ പ്രീമിയം ക്യാമ്പസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഇതുവരെ കേരളത്തിലില്ല. അത് നമ്മളാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോട്ടയത്തും എറണാകുളത്തുമായിട്ട് തന്നെ നമ്മൾ 2 ക്യാമ്പസിൽ യുറേഷ്യൻ അണ്ടറിൽ സ്കിംറ്റ് ഇൻ്റർനാഷണലെന്നും യുറേഷ്യൻ ലിയോ ഇൻ്റർനാഷണൽ എന്നുള്ള 2 പേരുകളിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ക്യാമ്പസ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്? സ്കിംറ്റ് ഇൻ്റർനാഷണലും യുറേഷ്യൻ ലിയോ ഇൻ്റർനാഷണലും നമുക്ക് ഈ 2 പ്രോഗ്രാമും യുറേഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നുമുണ്ട്. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് സ്റ്റിൽ വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ താല്പര്യമുള്ള ആർക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ? യുറേഷ്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ പോലെ തന്നെയാണ്.
അത് വളരെയധികം യുണീക്കായിട്ടുള്ളൊരു പാറ്റേണിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അത് നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു 5 lakhs മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് 15% മുതൽ 24% വരെയുള്ള ആനുവൽ റിട്ടേൺസ് ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ എങ്ങനെയാണ്? 5 lakhs മുതൽ എത്രയാണോ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ ഇടുന്നത് അതിന് ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ലോക്കിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ഹാഫ് എ ഇയറിൽ അല്ലെങ്കിൽ ആനുവലി ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺസ് കൃത്യമായിട്ട് എടുക്കാവുന്നതാണ് ആ ലോക്കിംഗ് പീരീഡ് വരെ. ഇപ്പം ഞാനൊരു 5 lakhs ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇപ്പോൾ ഒരു 5 lakhs നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 6 months നിങ്ങൾക്ക് ടേൺ ഓവർ എടുക്കാനും 6 months ആനുവലി എടുക്കാനുള്ള 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. പ്ലസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് 15% മുതൽ 24% വരെ വരുന്നുണ്ട്. ഓക്കെ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിനെ അല്ലെങ്കിൽ ടൈം പീരീഡിനെ വെച്ചിട്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വരുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ക്യാമ്പസാണ്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഈ ക്യാമ്പസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങളുടെ കോട്ടയത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത് അറൌണ്ട് 10 to 11 acres വരുന്നത്. അതിനകത്ത് നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പ്ലസ് ജിം ഫെസിലിറ്റി ഉണ്ട്, റിക്രിയേഷൻ റൂം ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂം ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പ്ലസ് ഫുട്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ക്രിക്കറ്റ് കോർട്ട്. ഈ എല്ലാ കോളേജിനും ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മളിവിടെ ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണോ ഇത്? ഇതേപോലത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മാത്രം കൊടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളതല്ല. കാരണം നമ്മുടെ അതർ സ്റ്റേറ്റ്സ്, ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റുകളുണ്ടല്ലോ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇവിടെയൊന്നും ബേസിക്കലി ഇൻ്റർനാഷണൽ കോളേജിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4.5 lakhs മുതൽ 6.5 lakhs വരെ കുട്ടികൾ പല വർഷങ്ങളിൽ, അതായത് +2 കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങാറുണ്ട്. അതേപോലെ തന്നെ ഏകദേശം അടുത്തുള്ള ഇതിനകത്ത്, അതായത് തമിഴ്നാട്ടിൽ നോക്കുവാണെങ്കിലും അറൌണ്ട് 7 lakhs, 5 lakhs to 7 lakhs ആണ് ഇയർലി ഇറങ്ങാറുള്ളത്. ഓൾമോസ്റ്റ് സെയിം നമുക്ക് കർണാടകയിലും തെലങ്കാനയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒക്കെ കുട്ടികൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അല്ലെ ഇവിടുത്തെയൊക്കെ നമ്മളുടെ പാറ്റേൺ ഇതേ പാത്വേയിൽ വിദേശത്ത് പോകണം എന്നുള്ളവർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ വേണം എന്നുള്ളവർ നമ്മളുടെ പാത്വേ ആണ്. ഇതോടൊപ്പം ആഫ്രിക്കൻ കൺട്രീസിൽ നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ പാത്വേ അവർക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. അവിടെ നിന്നുള്ള കുട്ടികളും ഇവിടെ വന്ന് പഠിക്കാൻ വില്ലിങ് ആണ്. നമ്മൾ അങ്ങനെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക മാത്രമല്ല, നേപ്പാളിൽ ഞങ്ങൾ ഇത് സെയിം കോഴ്സ് നമ്മൾ ഇതേ പാറ്റേണിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് പഠിക്കാൻ വളരെയധികം വില്ലിങ് ആണ്. ഞാൻ ഇതുമായിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലം, ഇത്ര നല്ല നേച്ചറുള്ള ഒരു സ്ഥലം, ഇവിടെ വിദ്യാഭ്യാസം നമ്മൾ ബെറ്റർ, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് പഠിക്കാൻ വളരെയധികം വില്ലിങ് ആണ്. വളരെ എക്സ്പെൻസ് കുറവുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി. അവർ, ഞാൻ പറഞ്ഞല്ലോ, മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെയും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അവർ ഒരു വിദേശത്ത് പോകുന്നു, അവിടെയും അഫോർഡബിലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും അപ്കമിങ് നേഷൻസ് ആണല്ലോ അതൊക്കെ. അവിടെയും ഈ ഇഷ്യൂ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഞങ്ങൾ പറയുന്ന പാത്വേയിൽ കൂടെയാണ് അവർ മൂവ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഇൻ്റർനാഷണൽ കോളേജിൽ പഠിച്ച് അവർക്ക് ഫൈനൽ ഇയർ വേണമെങ്കിൽ അവർക്ക് UK-ലോ യൂറോപ്പിലോ കാനഡയിലോ എവിടെയാണോ അവർ പഠിക്കുന്നത്, ഏത് കോഴ്സാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രാജ്യങ്ങളിൽ അവർക്കത് തീർക്കാൻ പറ്റും. കേരളത്തിന് പുറത്തുള്ളവർക്കും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിൽ ഞങ്ങൾക്ക് GCC ഓൾറെഡി ഇൻക്വയറീസ് ഉണ്ട് കുറച്ച്. GCCയിലുള്ള പേരൻസ് പൊതുവേ അവിടെ 10th ഉം +2 ഒക്കെ കഴിയുന്ന കുട്ടികളെ കോളേജിന് വേണ്ടിയിട്ട് നാട്ടിൽ വിടുന്നൊരു ടെൻഡൻസി ഉണ്ട് പൊതുവെ. അപ്പോൾ അവർ മുമ്പ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവർക്ക് ഈ സർട്ടിഫിക്കേഷൻ ഇവരിവിടെ പഠിച്ചിട്ട് വീണ്ടും ഇവരൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഇൻ്റർനാഷണലി വരുന്ന കുട്ടികളുമായിട്ടാണ് കോമ്പറ്റേറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ ഇതേപോലത്തെ ഒരു പാത്വേയിൽ ഇവർക്ക് GCC വളർന്ന ഒരാളാണ്, നാട്ടിലാണ് അവർക്ക് കോളേജിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർക്ക് നാട്ടിൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനോടെ അല്ലെങ്കിൽ അവർക്ക് UK, കാനഡ സർട്ടിഫിക്കേഷനോടെ ആ ഇൻ്റർനാഷണൽ ബിരുദം അവർക്ക് ഇവിടെ നേടാൻ പറ്റും. അത് അവരുടെ കരിയറിനെയും ഹെൽപ്ഫുൾ ആവും. അത് ഫ്യൂച്ചറിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യ എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളം തന്നെ ഒത്തിരി എഡ്യൂക്കേഷനിസ്റ്റുകളുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവരാരും കൊണ്ടുവരാത്ത ഈ ഒരു പുതിയൊരു ആശയം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് കൊണ്ടുവരാനും കണ്ടെത്തിയതും
അത് നടപ്പിലാക്കുന്ന മോട്ടീവ് എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഓക്കെ. സോ യൂറേഷ്യൻ ഞങ്ങൾ സ്കിൽ പ്രോഗ്രാംസ് ചെയ്താണ് തുടങ്ങിയത്. അതിനോടൊപ്പം ഞാൻ ഓൾറെഡി UK പഠിച്ചിട്ടാണ് വന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചായിരുന്നു. ഈ UK അല്ലെ വിദേശ പഠനവും പ്ലസ് സ്കിൽ പ്രോഗ്രാംസും കൂടെ മിക്സ് ചെയ്ത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കാൻ ഉള്ളൊരു പാറ്റേൺ ഞങ്ങളൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ബട്ട് അന്ന് അത് ലീഗലി പോസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ അത് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഇത് തുടങ്ങാനും ഉള്ള സാഹചര്യം ഉണ്ടായത്. ഒത്തിരി വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്റ്റുകളും സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തു. മെയിലാണ് ഞങ്ങൾ ഇന്നോവേഷൻ ചെയ്യുന്നത്. ഓക്കെ. അഡ്മിഷൻസ് സ്റ്റാർട്ടായി. ഇനി അടുത്ത ഒരു ലെവലിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതർ സ്റ്റേറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആന്ധ്ര തമിഴ്നാട്ടിലോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ഓഫേഴ്സ് ഓൾറെഡി നിലവിലുണ്ട്. ഓക്കെ. അതിൻ്റെ കൂടെ UAE ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള താല്പര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അതിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് നമ്മുടെ അഡ്ജസ്റ്റൻറ്റ് കൺട്രി ആയിട്ടുള്ള ശ്രീലങ്ക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ഒരു phase 1 phase 2 എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഒരുപാട് ഉപകാരമായിട്ട് മാറട്ടെ. അതേപോലെ വിഷ്ണുവിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.